കെ.സി. വേണുഗോപാലിനും ഷാഫിക്കും മുനവർ അലിക്കും പിറകിൽ ആയിരങ്ങൾ അണിനിരന്ന ബോംബ് രാഷ്ട്രീയത്തിനെതിരെ സമൂഹ മനസാക്ഷി ഉയർത്തി കുറ്റ്യാടിയിൽ UDFന്റെ നേതൃത്വത്തിൽ പീസ് വാക്ക് സംഘടിപ്പിച്ചു. CPMന്റെ ബോംബ് രാഷ്ട്രീയത്തിനെതിരെ UDFന്റെ പീസ് വാക്ക്. AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ, യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനവർ അലി തങ്ങൾ, ഷാഫി പറമ്പിൽ MP, പറക്കൽ അബ്ദുള്ള, KM അഭിജിത്ത് തുടങ്ങിയവർ ജനമനസാക്ഷി ഉണർത്തി കുറ്റ്യാടിയിൽ കൂട്ടമായി നടന്നു. രാവിലെ 7 മണിയോടെ കുറ്റ്യാടിയിൽ എത്തിച്ചേർന്ന ആയിരങ്ങൾ CPMന്റെ ബോംബ് രാഷ്ട്രീയത്തിനും അക്രമ രാഷ്ട്രീയത്തിനുമെതിരെ സമൂഹ മനസാക്ഷി ഉണർത്തി മാർച്ച് ചെയ്തു. കുളങ്ങര താഴെ നിന്ന് ആരംഭിച്ച പീസ് വാക്കിൽ KSU നേതാവ് ബിത്തുൽ ബാലന്റെ മാതാവ് തങ്കം ഉൾപ്പെടെയുള്ളവർ അണിനിരന്നു. ഈ നാദാപുരത്തും കുറ്റ്യാടിയിലും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ ഒരുപാട് വർഷമായിട്ട് ഒരുപാട് അമ്മമാരുടെ വേദനയും കരച്ചിലും ഉണ്ടായിട്ടുള്ളത് ഈ ദുരനുഭവങ്ങളിലാണ്. അക്രമ രാഷ്ട്രീയം, തങ്ങളെ എതിർക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെ ഇല്ലാതാക്കാൻ ബോംബ് നിർമ്മാണം ഒരു കുടിൽ വ്യവസായമാക്കി മാറ്റിയ പാർട്ടിയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇനി ഞാൻ അത്ഭുതപ്പെടുകയാണ്, CPMന്റെ പ്രകടന പത്രികയിൽ ബോംബ് നിർമ്മാണത്തിന് പ്രത്യേകമായിട്ട് ഗ്രാന്റ് അനുവദിച്ചിട്ടില്ലെങ്കിൽ മാത്രമേ നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമുള്ളൂ. അവർക്ക് പാവപ്പെട്ട ജനങ്ങളെ കുറിച്ച് അല്ലല്ലോ ഉൾക്കണ്ട, നമ്മൾ കണ്ടതല്ലേ. പാർട്ടിക്കകത്തൊരാൾ ചോദ്യം ചോദിച്ചാൽ വീട്ടിൽ പോയി ചോദിക്കാൻ പറയുന്ന മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. 55 വെട്ട് വെട്ടിയിട്ട് കുണ്ടമാക്കി മാറ്റിയിരുന്നു. ആ ഓർമ്മയിൽ നിന്നും കേരളം ഇപ്പോഴും മാറിയിട്ടില്ല. CPMന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ സ്വന്തം പാർട്ടിക്കകത്ത് പോലും നടത്തുന്ന അക്രമ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായിട്ടാണ് രമ ഇപ്പോഴും ഈ കേരള രാഷ്ട്രീയത്തിൽ നിലകൊള്ളുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് പറയാനുള്ളത് UDFന്റെ പ്രവർത്തകരെക്കാൾ കൂടുതൽ ഈ നാട്ടിലെ ജനങ്ങളോടാണ്. ഞാൻ MP ആയതിനു ശേഷം ഇത് 3ാമത്തെ ഇൻസിഡന്റ് ഇവിടെ UDF വീടുകൾക്ക് നേരെ. അതിന്റെ മുമ്പ് ഒരുപാട് ചരിത്രവർക്ക് എല്ലാവർക്കും പറയാനുണ്ട്. 3ാമത്തെ ഇൻസിഡന്റ് ആണ്. നമ്മുടെ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞു, കൊക്കേട്ടിന്റെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞു, 1.5-2 വയസ്സുള്ള ഒരു കുഞ്ഞു വരെ കിടന്നുറങ്ങുന്ന വീടിനകത്തേക്ക് ബോംബെറിഞ്ഞ് പേടിച്ച് കട്ടിലിന്റെ അടിയിലേക്ക്, ഡൈനിങ് ടേബിളിന്റെ മേശയുടെ അടിയിലേക്ക് ഒളിച്ചിരുന്നതിന്റെ അനുഭവങ്ങളൊക്കെ അവർ പറഞ്ഞു. ആ 2 കേസിലും ഒരാളെ പോലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ വേറൊരു നുണബോംബ് ഈ കുറ്റ്യാടിയിൽ പൊട്ടിക്കാൻ ശ്രമിച്ചു. കാഫിർ സ്ക്രീൻഷോട്ട് എന്ന നുണബോംബ് ഇവിടെ പൊട്ടിക്കാൻ ശ്രമിച്ചിട്ട് അത് നിങ്ങളുടെ കയ്യിലിരുന്ന് തന്നെ പൊട്ടി. അതിന്റെ യഥാർത്ഥ പ്രതികളെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. അതും കഴിഞ്ഞ് ഇപ്പൊ ഇതാ ബിത്തുൽ ബാലൻ എന്ന് പറയുന്ന KSU നേതാവ് ഒരു കരിങ്കൊടി സമരം നടത്തിയതിന്റെ പേരിൽ രാത്രി 12:30 മണിക്ക് അച്ഛനും അമ്മയും സാധാരണ കിടന്നുറങ്ങുന്ന വീട്ടിലേക്ക് ബോംബെറിയാണ്. നിങ്ങൾ കണ്ടതാണ്. അവസാനം സമ്മർദ്ദം താങ്ങാൻ വയ്യാതെ അറസ്റ്റ് ചെയ്തപ്പോ അറസ്റ്റ് ചെയ്യപ്പെട്ടത് DYFI നേതാവായ ഒരു മാഷ്. ബോംബ് ഉണ്ടാക്കുന്നവനും എറിയുന്നവനും സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സാഹചര്യം കുറ്റ്യാടിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന കാര്യത്തിന് ഒരു സംശയവും വേണം. ഇവിടുത്തെ പൊതുജനങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ബോംബെറിഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റും. ആർക്കെങ്കിലും പരിക്കേറ്റാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റും. നാട്ടിൽ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റും എന്നൊരു തെറ്റിദ്ധാരണ കുറ്റ്യാടിയിൽ ഒരു പാർട്ടിക്കും വരാൻ പാടില്ല എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ കൂടെ ഒരു ഉത്തരവാദിത്തമാണെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുന്നു. 2016 നിങ്ങൾ എന്നെ ജയിപ്പിച്ചപ്പോ 2 മാസക്കാലം നമുക്കിവിടെ പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെ നിരോധനാജ്ഞയായിരുന്നു, ഇവിടെ ബോംബേറായിരുന്നു, ഇവിടെ സംഘർഷമായിരുന്നു. അതൊക്കെ 2 മാസക്കാലം വോട്ടർമാരോട് നന്ദി പറയാൻ പോലും ജയിച്ച സ്ഥാനാർത്ഥിയായ എനിക്കിങ്ങോട്ട് വരാൻ സാധിച്ചിട്ടില്ല. ആ അവസ്ഥാവിശേഷം നമ്മൾ മാറ്റി. കുറ്റ്യാടിയിൽ 10 വർഷമായി സമാധാനമാണ്. ആ സമാധാനം ഇവിടെ നിലനിൽക്കണം. ഇപ്പോഴത് വീണ്ടും തകർക്കാനുള്ള ശ്രമമാണ്. അതിനെതിരെയാണ് ഇന്ന് സമാധാന യാത്ര, ഇന്ന് മോർണിംഗ് വാക്ക്.